നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഒരു വ്യത്യസ്തമായ വീട്ടിലാണുള്ളത് ഗായ്സ്. നമ്മൾ ഏത് വീട്ടിൽ പോയാലും നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കിച്ചണാണ്. പക്ഷേ ഈ വീട്ടിന് പ്രത്യേകത എന്ന് വെച്ചാൽ കിച്ചൺ നമ്മൾ കാണൂല. കിച്ചൺ കാണണമെങ്കിൽ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോകണം ഗായ്സ്. ആ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത്. അതിനാണ് ലൈലു എന്നാണ് പേര്. ആ ലൈലു, നിങ്ങൾ ഈ വീട്ടിൽ കിച്ചണില്ല? കിച്ചൺ എവിടെയുള്ളത് നിങ്ങളെ കിച്ചൺ? ആ, അപ്പോൾ ഈ വീട് ആരെ ഐഡിയയിലാണ് എടുത്തത്? ഇങ്ങനെ ആയത്. അപ്പൊ നിങ്ങള് ഫുഡ് ഇങ്ങോട്ട് വരുത്താണോ അണ്ടർഗ്രൗണ്ട്, അല്ലെങ്കിൽ ഫുഡിനായി താഴത്തേക്ക് പോക്കാണോ? അപ്പൊ എപ്പോഴും ഇങ്ങനെ താഴത്തെ ഈ ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും നിങ്ങൾ എപ്പോഴും, എല്ലാ ദിവസവും? അപ്പൊ ഇതൊരു വ്യായാമമായല്ലേ? അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് മുകളിലോട്ടേക്ക് വരും. അപ്പൊ നിങ്ങൾ കിടത്ത ഉറക്കല്ലേ ഈ മുകളിലായിരിക്കും അല്ലേ? ഈ അണ്ടർഗ്രൗണ്ടിന് നേരെ, അതായത് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കിച്ചണിന്ന് താഴത്തുനിന്ന് നേരെ മുകളിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ഏണിയും പാവം പോലെ തന്നെ ഡെയിലി സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും. അപ്പോൾ ഇതാണ് ലൈലുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യമല്ലേ? അതായത് സ്ലിം ബ്യൂട്ടി ആയിട്ട് ഇറങ്ങിപ്പോയി എന്നുണ്ടല്ലേ? ലൈലുവിന് ഈ വീട് ഇഷ്ടമാണോ? ഒരു സംതിങ് ഡിഫറെൻ്റ് അല്ലേ ഈ വീട്? ലൈലു പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ ഡെയിലി പോകുന്ന പറയുന്നത്. ഡെയിലി ചായ കുടി, അപ്പോൾ വെള്ളം കുടിക്കാനും എന്ത് കാര്യത്തിനും അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് വരാം. അവിടെ എടുത്ത് വെക്കൂ. അണ്ടർഗ്രൗണ്ടിൽ നേരെ മുകളിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ചില സമയം അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ വരണം. നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കീനിട്ട് വേണം നമുക്ക് ചായയും പരിപ്പ് വടയും മറ്റുള്ള ഫുഡെല്ലാം കഴിക്കണമെങ്കിൽ നമ്മൾ ഈ അണ്ടർഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാലാണ് ഇതാണ് ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കിച്ചൺ. ഈ അണ്ടർഗ്രൗണ്ടിൽ വന്നിട്ട് വേണം നമ്മൾ നല്ല രുചികരമായിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ. ഇതാണ് അണ്ടർഗ്രൗണ്ട്. ഇതിന് ഫുഡ് നമുക്ക് കൊടുക്കണമെങ്കിൽ ഇത് കണ്ടോ ഗായ്സ്, ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതിലൂടെ നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യാം. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും കണ്ണൂർ ജില്ലയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് ഏണികളുണ്ട്. നമുക്ക് ഏണിയും പാമ്പും കളിക്കണമെങ്കിൽ ഇതുപോലെ ഒരുപാട് ഏണികളുണ്ട് ഇവിടെ. ഇപ്പോൾ ഇതിൽ കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാളെയും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, കൂക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് കിച്ചൺ. പക്ഷെ നമ്മൾ നേരെ ഇവിടെ ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടുന്ന് വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഈ ഹോൾസിലൂടെ ആൾക്കാർ റിപ്ലൈ വരും. ചില സമയം ഫുഡ് വരും, ചില സമയം എന്തെങ്കിലും ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇതിൻ്റെ കവാടം, കിച്ചണിലേക്ക് നോക്കേണ്ട കവാടം. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് ഗൈസ്. ഈ കണ്ണൂർ ജില്ലയിലെ ഇങ്ങനത്തെ ഒരു വീട് ഞാൻ ഫസ്റ്റിലാണ് കാണുന്നത്. സംതിങ് ഡിഫറെൻറ്റ്. അടുത്ത എണീപ്പാമ്പം കളിക്കേണ്ട സ്റ്റെപ്പുകൾ നമുക്ക് പല വീടുകളിലും ഞാൻ ഒരു സ്റ്റെപ്പ് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ വീടുകൾ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഗൈസ്. എവിടെ നോക്കിയാലും സ്റ്റെപ്പാണ്. ഏണിയും പാമ്പും കളിക്കാൻ പറ്റും സ്റ്റെപ്പാണ് ഗൈസ്. അതല്ലാത്ത സ്റ്റെപ്പ് കയറിയിട്ട് തളരും, അത്രമാത്രം ഈ വീട്ടിൽ സ്റ്റെപ്പുകളുണ്ട് ഗൈസ്. പക്ഷെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. കണ്ടോ, വീണ്ടും സ്റ്റെപ്പ്, പിന്നെയും സ്റ്റെപ്പ് ഗൈസ്. ഒരുപാട് സ്റ്റെപ്പാണ് ഈ വീട്ടിൻ്റെ ഉള്ളിൽ. പക്ഷേ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജി ആയിട്ടുള്ളൊരു വീടാണ് ഈ വീട്. വാ, ഫാന്റാസ്റ്റിക്.